മുനമ്പം സമരം ഒത്തുതീർപ്പാക്കാൻ സർക്കാർ നിയമനിർമ്മാണം നടത്തണമെന്ന് കേരള കോൺഗ്രസ് എം സംസ്ഥാന സ്റ്റിയറിംഗ് കമ്മിറ്റി അംഗം ജോസഫ് കെ നെല്ലുവേലി ചങ്ങനാശ്ശേരി അതിരൂപതയുടെ ഐക്യദാർഢ്യം അറിയിക്കുന്നതിന് വേണ്ടി സമരപ്പന്തൽ സന്ദർശിക്കുകയായിരുന്നു അദ്ദേഹം. ഹുബ്ബള്ളിയിൽ നിന്ന് കോട്ടയത്തേക്ക് പ്രത്യേക ട്രെയിൻ സർവീസ് ഒരുക്കാൻ റെയിൽവേ തീരുമാനം. ശബരിമല തീർത്ഥാടന കാലത്തെ യാത്രാ തിരക്ക് കണക്കിലെടുത്ത് നവംബർ 19 മുതൽ ജനുവരി 14 വരെ 9 സർവീസുകൾ ഒരുക്കും. എറണാകുളം പറവൂരിൽ സൗജന്യ നേത്ര പരിശോധന തിമിര ശസ്ത്രക്രിയ ക്യാമ്പ് സംഘടിപ്പിച്ചു. പരിശോധനാ ക്യാമ്പ് ഡിവൈഎഫ്ഐ, കുഞ്ഞിത്തായ് യൂണിറ്റ്, ചൈതന്യ ഐ കെയർ ഹോസ്പിറ്റൽ എന്നിവയുടെ സംയുക്താഭിമുഖ്യത്തിൽ. തൃശൂർ ഐനിപ്പുള്ളിയിൽ നിയന്ത്രണം വിട്ട പിക്കപ്പ് വാൻ കോൺക്രീറ്റ് സ്ലാബിൽ വീണ് 2 പേർക്ക് പരിക്ക്. ഡ്രൈവർ വടകര സ്വദേശി അദ്നാൻ, എറണാകുളം സ്വദേശി രാഹുൽ എന്നിവർക്കാണ് പരിക്കേറ്റത്. ഡ്രൈവർ ഉറങ്ങിപ്പോയതാണ് അപകടത്തിന് കാരണമെന്ന് നിഗമനം. കൊല്ലം അഞ്ചലിൽ തുണിക്കടയിൽ മോഷണം നടത്തിയ ആൾ പിടിയിൽ. പത്തടി സ്വദേശി ഭൂസാരിയാണ് പിടിയിലായത്. കഴിഞ്ഞ 3-ാം തീയതിയാണ് അഞ്ചൽ ജംഗ്ഷനിലെ ജീഫാസ് എന്ന കടയിൽ നിന്നും 15,000 രൂപയും 30,000 രൂപയുടെ തുണിത്തരങ്ങളും മോഷണം പോകുന്നത്. ആലപ്പുഴ തോട്ടപ്പള്ളിയിൽ ജനകീയ നാടകവേദി ഏകദിന ശില്പശാല സംഘടിപ്പിക്കാൻ ഒരുങ്ങുന്നു. ശില്പശാല നവംബർ 16 രാവിലെ 10 മണി മുതൽ. നാടകരംഗത്തെ പ്രമുഖർ ക്ലാസുകൾ നയിക്കും. ആദ്യം രജിസ്റ്റർ ചെയ്യുന്ന 20 പേർക്ക് അവസരമെന്ന് സംഘാടക സമിതി അറിയിപ്പ്. കൊല്ലം ശൂരനാട് CPIM ഏരിയ സമ്മേളനത്തിന് തുടക്കം. CPIM സംസ്ഥാന കമ്മിറ്റി അംഗം സൂസൻ കോടി ഉദ്ഘാടനം ചെയ്തു. സമ്മേളനം നാളെ സമാപിക്കും. മലപ്പുറം കുറ്റിപ്പുറം സബ് ജില്ലാ കലോത്സവ വേദിയിൽ ശ്രദ്ധേയമായി നാടകം പിത്തോ. സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ തൊപ്പിയുടെ കഥ നാടകത്തിന്റെ ഇതിവൃത്തം. വിദ്യാർത്ഥികളെ കയ്യടികളോടെ സ്വീകരിച്ച സദസ്സ്. കിഡ്സ് ഫെസ്റ്റ് ആഘോഷമാക്കി തൃശൂർ ഏനാമാക്കൽ സെന്റ് ജോസഫ് ഹൈസ്കൂളിലെ കുരുന്നുകൾ. വിവിധ വേഷങ്ങളിലെത്തിയ കുരുന്നുകൾ കാണികൾക്ക് കൗതുകമായി. പരിപാടിയുടെ ഭാഗമായി ഘോഷയാത്ര സംഘടിപ്പിച്ചു. കുരുന്നു ശാസ്ത്രജ്ഞരുടെ കഴിവുകൾക്ക് വേദിയൊരുക്കി വിശ്വഭാരതി പബ്ലിക് സ്കൂൾ സയൻസ് എക്സ്പോ 2024. നെയ്യാറ്റിൻകര നഗരസഭാ ചെയർമാൻ PK രാജ്മോഹനൻ ഉദ്ഘാടനം ചെയ്തു. വിദ്യാർത്ഥികൾ തയ്യാറാക്കിയ ഹൈഡ്രോ ഇലക്ട്രിക് പവർ പ്രൊജക്ടുകൾ, സെൻസർ അലാറം, ഉരുൾപൊട്ടൽ തിരിച്ചറിയാനുള്ള അലാമുകൾ തുടങ്ങിയ മേളയിൽ പ്രദർശിപ്പിച്ചിട്ടുണ്ട്. തൃശൂർ എടവിലങ്ങ് ക്ഷീരോത്പാദക സഹകരണ സംഘത്തിൽ ബൾക്ക് മിൽക്ക് കൂളറിന്റെ ഉദ്ഘാടനവും ക്ഷീരകർഷകരെ ആദരിക്കലും നടത്തി. E.T. ടൈസൺ മാസ്റ്റർ MLA ഉദ്ഘാടനം ചെയ്തു. 2000 ലിറ്റർ പാൽ ശീതീകരിക്കാവുന്ന കൂളർ യൂണിറ്റാണ് സ്ഥാപിച്ചത്. ഗുരുവായൂർ ദേവസ്വം കൃഷ്ണഗീതി ദിനാഘോഷം നവംബർ 15 നടക്കും. സാംസ്കാരിക സമ്മേളനം ഡോക്ടർ ചാത്തനാത്ത് അച്യുതനുണ്ണി ഉദ്ഘാടനം ചെയ്യും. ദേശീയ സെമിനാർ, സാംസ്കാരിക സമ്മേളനം, ശ്രീമാനവേദ സുവർണമുദ്ര പുരസ്കാര സമർപ്പണം, കൃഷ്ണനാട്ടം, മറ്റ് കലാപരിപാടികൾ എന്നിവ നടക്കും. റിലീസിനൊരുങ്ങി ഷാറൂഖ് ഖാൻ പ്രീതി സിൻഡ ചിത്രം കൽ ഹോ നാ ഹോ. ചിത്രം നവംബർ 15 തിയേറ്ററുകളിലെത്തും.